വരുന്നുണ്ടല്ലോ പുണ്യങ്ങളുടെ പൂക്കാലമേ വിശുദ്ധ റമളാൻ. എല്ലാറ്റിനും അല്ലാഹു വണ്ണമായ പ്രതിഫലം തരുന്ന പരിശുദ്ധ റമളാൻ. ആ റമളാനിൽ പ്രത്യേകിച്ചും അല്ലാത്തപ്പോൾ പൊതുവേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഇബാദത്ത് ഏതെന്നറിയോ? അല്ലാഹു പറയുകയാണ് വഅഹിദിനാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈൽ ദഖിറാ ബൈതിയ ലിത്തായിഫീന വല്ലാകിഫീന വറുക്കഇസ് സുജൂദ്. പള്ളിയെ പരിശുദ്ധമാക്കണമെന്ന് ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും അല്ലാഹു അറിയിക്കുകയാണ്. പള്ളിയെ നല്ല നിലയിൽ പരിചരിക്കണമെന്നും പള്ളിയെ നല്ല നിലയിൽ പരിപാലിക്കണമെന്നും ആ പള്ളിയെ നല്ല നിലയിൽ ജനങ്ങൾക്ക് ആവശ്യമായ നിലയിൽ സൗകര്യം ചെയ്തു കൊടുക്കണം. ആരൊക്കെയാണ് സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത്? മൊബൈൽ ചാർജ് ഇടാൻ വരുന്നവനല്ല, മൊബൈലിൽ ചാർജ് കൂട്ടാൻ വരുന്നവനല്ല, ഈ റോഡിലൂടെ നടന്നു പോകുമ്പോ ഒന്ന് വാഷ്റൂമിൽ കയറണമെന്ന് ആഗ്രഹിച്ച് കയറുന്നവനല്ല. ആരക്കാട് സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത്? പള്ളി. ഒരു കമ്മിറ്റിക്കാർക്ക് കമ്മിറ്റി കൂടാനല്ല. എന്തിനാണ് പള്ളി? നിങ്ങളെ പള്ളിയെ നല്ല നിലയിൽ പരിചരിച്ച് പരിപാലിച്ച് നിങ്ങൾ സൗകര്യപ്പെടുത്തി കൊടുക്കണമെന്ന് ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും അല്ല പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു കഅബാലയത്തെ ചുറ്റുന്നവരോട് അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം. വല്ലാകിഫീൻ ഏറ്റിക്കാഫിരിക്കുന്നവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം. വറുക്കഇസ് സുജൂദ് നമസ്കാരത്തിന് വേണ്ടി വരുന്നവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം. നമ്മുടെ പള്ളികളൊക്കെ വളരെ ദയനീയമാണ്. എന്താണെന്നറിയോ കാര്യം? ഈ പള്ളിയിൽ നമ്മൾ എന്തായാലും ആനയെ വാങ്ങി ഒരു തോട്ടിയും കൂടെ വാങ്ങണം. ആനയെ വാങ്ങിയിട്ട് തോട്ടിയില്ലാതെ നടന്നാൽ എന്താ ചെയ്യാം? ആനയെ വാങ്ങിയിട്ടൊരു തോട്ടി കൂടി നമ്മൾ വാങ്ങണം. ഇത്രയും നല്ല മനോഹരമായ പള്ളി നിർമ്മിച്ചിട്ട് എന്തായാലും കടം ഒരു സോളാർ കൂടെ വെക്കണം. എന്നിട്ട് നിസ്കരിക്കുന്നവർക്ക് ചൂടാണെങ്കിൽ ഫാൻ ഇട്ട് കൊടുക്കണം. ഇനി ചില പള്ളികളുണ്ട് ഇങ്ങനെ നിൽക്കി യന്ത്ര മനുഷ്യൻ നിൽക്കുന്നത് പോലെ സലാം വീട്ടി കഴിഞ്ഞാൽ ഉടനെ സ്വിച്ച് ഓഫ് ആക്കുകയാണ്. ഏത്? എല്ലാ ഫാനും എല്ലാ ലൈറ്റും. ഇല്ലെങ്കിൽ ഈ മോദിന്റെ ജോലി കമ്മിറ്റിക്കാർ എന്ന ഫാസിസ മനോഭാവമുള്ള ഒരുതരം ക്രിമിനലുകൾ പിരിച്ചുവിട്ട് കളയും. ഈ പാവപ്പെട്ടവനാകെ 10,000 ശമ്പളം കിട്ടി കുടുംബം പോറ്റാൻ വേണ്ടിയാ മുക്കറി പണിയെടുക്കുന്നത്. ഈ മുഅദ്ദിനെ പിരിച്ചു വിട്ടുകളയും. അതുകൊണ്ട് ഇമാമ സലാം എഴുതി വെച്ചിട്ടുണ്ട്, നമസ്കാരത്തിന് ആദ്യത്തെ നമസ്കാരത്തിനല്ലാതെ, എന്താണ് ജമാഅത്ത്, ആദ്യത്തെ ജമാഅത്തിനല്ലാതെ ഫാൻ നോട്ട് അലൗഡ്. പിന്നെന്തിനാ വെച്ചിരിക്കുന്നത്? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ എന്താണ്? വഅഹിദിനാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈൽ. പള്ളിയുടെ നാഗരികത. ഒരു പള്ളിക്ക് ശിലകിട്ട സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ കൂടി കൈപിടിച്ചപ്പെടല്ലേ കഅബ വന്നത്. ആ രണ്ട് പ്രവാചകന്മാരോടും അല്ലാഹു വഅദ പറയുകയാണ്, മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അൻതഹിറാ ബൈതി, എന്റെ പള്ളിയെ നിങ്ങൾ പരിപാലിക്കണം. കമ്മിറ്റിക്കാർക്കുള്ള ഒരു സന്ദേശമായിട്ട് കൂട്ടിക്കോളി. എന്താ? അൻതഹിറാ ബൈതി, എന്റെ പള്ളി, നിങ്ങളുടെ പള്ളിയല്ല. വഖഫ്തു ലില്ലാ എന്ന് പറഞ്ഞാൽ പനവൂരിലുള്ള എനിക്കും അവകാശമുണ്ട് തുറന്നു കയറാൻ. നീ അവിടത്തുകാരനല്ലേടാ, ഇത് കുറ്റിപ്പുറത്തുകാരെ പള്ളി എന്ന് പറഞ്ഞാൽ പോയി പള്ളി പറയാൻ പറയും. കാരണം എന്താ? അല്ലെങ്കിൽ വഖഫ് ചെയ്യരുത്, നിങ്ങൾ അല്ലെങ്കിൽ വഖഫ് ചെയ്യരുത്. വഖഫ്തു ലില്ലാ എന്ന് പറഞ്ഞാൽ മൊറോക്കയിലെ മുസ്ലിമിനും ഇതിനകത്ത് പെർമിഷൻ ഉണ്ട്. ലോകത്തുള്ള ഏത് രാജ്യത്തുള്ള ഏത് കൺട്രി, ഏത് രാജ്യത്ത്, ഏത് ഭൂഖണ്ഡത്തിലുള്ളവരാ, ഏഷ്യക്കാരനാകട്ടെ യൂറോപ്യനാകട്ടെ ആരായാലും അവർക്കൊക്കെ നിങ്ങൾക്കുള്ള അതേ അവകാശം ഈ പള്ളിക്കകത്തുണ്ട്. പിന്നെ നമ്മളായിട്ട് ചില ബൗണ്ടറി വെച്ചിട്ടുണ്ട്. ഇത്രയും തഴവ ജമാഅത്ത്, ഇത്രയും വട്ടപ്പറമ്പ് ജമാഅത്ത്, അപ്പറ ചിറ്റുമൂല ജമാഅത്ത്, അപ്പറ പിന്നെ ഏതാ പള്ളി? കരുനാഗപ്പള്ളി ജമാഅത്ത്, ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയാൽ തൊടിയൂർ ജമാഅത്ത്, ഇങ്ങനെ പോയാൽ ഭരണിക്കാവ് ജമാഅത്ത്, പിന്നെ മയ്യത്തങ്ങര ജമാഅത്ത്, ഇങ്ങനെ ഓരോ സ്ഥലം നമ്മളായിട്ടൊരു ബൗണ്ടറി വെച്ചിട്ട്. ദൈവമല്ലല്ലോ കേരള തമിഴ്നാട് ബോർഡർ നിശ്ചയിച്ച ആണോ? അങ്ങനെ പാലക്കാട് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് കന്യാകുമാരി നമ്മൾ പിന്നെ തമിഴന്മാർക്ക് കൊടുക്കൂലല്ലോ. നമുക്ക് കന്യാകുമാരിയല്ലേ ഏറ്റവും നല്ലത്. ഒരുപാട് വരുമാനമുള്ള ടൂറിസ്റ്റുകൾ വരുന്നത്. പാലക്കാട് എന്താ ഉള്ളത്? പാലക്കാട് ഉള്ളത് കൊണ്ട് വല്ലതും കഴിച്ചു കിടക്കുന്നു അല്ലേ? പാലക്കാടൻ മേഖലകളിലാണ് കൂടുതൽ കൃഷിയുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, കേരള തമിഴ്നാട് ബോർഡർ നിശ്ചയിച്ചത് ദൈവമല്ല, പടച്ചോനല്ല, നമ്മളാ.
കർണാടകയിലോട്ട് പോകുമ്പോൾ ഒരു പാലം, അത് വന്നാൽ എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷേ കേരളത്തിൻ്റെ ആ പുഴയുടെ മധ്യഭാഗത്ത് വന്നിട്ട് മുറിഞ്ഞു നിൽക്കുകയാണ്. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, പുഴയ്ക്ക് പകുതിക്ക് ശേഷം കർണാടകയും പകുതി വരെ കേരളവും. ഈ മുഖ്യമന്ത്രി തമ്മിൽ എന്തോ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് പാലം വന്നില്ല. ഇപ്പോൾ അതിന് പാലം വന്നു. അപ്പൊ പകുതി കേരളത്തിന്റെ പാലം വന്നിങ്ങനെ നിൽക്കാൻ, പക്ഷെ മതിയാവൂലല്ലോ, കർണാടക കൂടെ സഹകരിക്കണ്ടേ. അപ്പൊ കർണാടക കൂടെ സഹകരിച്ചാൽ ഇതൊക്കെ ബോർഡർ എന്ന് പറയുന്നത് നമ്മൾ നിശ്ചയിച്ചതാണ്, അല്ലാതെ ദൈവം നിശ്ചയിച്ചതല്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മഹല്ലുകളുടെ ബൗണ്ടറി നമ്മളുടെ നേതാക്കന്മാര് മുൻഗാമികളൊക്കെ നിശ്ചയിച്ചതാ, പടച്ചോ നിശ്ചയിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഓരോ മഹല്ലുകളെയും നമ്മൾ നമ്മുടെ സുതാര്യതയ്ക്ക് വേണ്ടിയിട്ട് ബൗണ്ടറി നിശ്ചയിച്ചെങ്കിൽ പോലും ഇത് ലോകത്തുള്ള സർവ്വജനങ്ങളുടെയും പള്ളിയാണ്. ഈ പള്ളിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്ന, ഭജനമിരിക്കുന്ന ഒരാള് നമ്മൾ തടയാൻ പാടുള്ളതല്ല. ആ പള്ളിയിൽ ഇബാദത്തിന് വരുന്നവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയാണ് കമ്മിറ്റിക്കാരുടെ ബാധ്യത. അതാണ് ഒരു പരിപാലിക്കേണ്ടവരുടെ ബാധ്യത. ആ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവർക്ക്, അല്ലാതെ ചാടിക്കേറി ഞാൻ പ്രസിഡന്റ് ആവാം, ഞാൻ സെക്രട്ടറി ആവാന്ന് പറഞ്ഞു അങ്ങനെ മത്സരിച്ച് ഇലക്ഷനിൽ വന്ന് തെരഞ്ഞെടുപ്പിൽ വന്ന് വിജയിച്ച് പ്രസിഡന്റായി സെക്രട്ടറിയായി ഒരു സ്ഥലത്തെ കാര്യമല്ല, പല സ്ഥലത്തെ കാര്യം പറയാൻ. അവസാനം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില പള്ളികളില് നിലവിലുള്ളത് ഭരണപക്ഷവും പ്രതിപക്ഷവും. മേശക്കിപ്പുറത്ത് ഭരണപക്ഷം, അപ്പുറത്ത് പ്രതിപക്ഷം. ഇത് പറയുമ്പോൾ നിങ്ങൾ ആരും ചിന്തിക്കേണ്ട നഗരസഭയും മുനിസിപ്പാലിറ്റിയും ഭരിക്കുന്ന കാര്യമാണെന്ന്. അള്ളാന്റെ പള്ളി പരിപാലിക്കുന്ന കാര്യമായി പറയുന്നത്. ആ നിലയിലേക്ക് വർത്തമാനകാല പള്ളി പരിപാലകർ എത്തിച്ചേരുമ്പോൾ ഈ ഖദർ മസ്ജിദിന്റെ ഉദ്ഘാടന വേളയിൽ ഞാൻ പറയുന്നു, കമ്മിറ്റിക്കാരെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന, ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് നിങ്ങളേൽപ്പിക്കുന്ന ഉത്തരവാദിത്വം, നിസ്കരിക്കാൻ ഞാൻ വരുമ്പോൾ എനിക്ക് ഫാൻ സൗകര്യം ചെയ്ത് തരാൻ നിങ്ങളെ ഏൽപ്പിച്ചതാണ്. എനിക്ക് ലൈറ്റ് പ്രകാശം കണ്ടിട്ട് ഖുർആൻ ഓതണം. എനിക്ക് ഓടി വന്ന് വാഷ്റൂമിലേക്ക് പോകുമ്പോൾ എനിക്ക് ശൗച്യം ചെയ്യാൻ അതിനകത്ത് ശുചിത്വത്തിന് വേണ്ടിയിട്ടുള്ള ജലം അത് നിങ്ങൾ സുസജ്ജമാക്കി തരണം. എനിക്ക് ഒളു ചെയ്യാൻ, അംഗസ്നാനം ചെയ്യാൻ ഞാൻ വേണ്ടി വരുമ്പോൾ ആ പ്രദേശത്ത് എനിക്ക് വെള്ളം നിങ്ങൾ സുലഭമാക്കി തരണം. പള്ളിയിൽ എൻ്റെ മകളുടെ വിവാഹം വരുമ്പോൾ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ വരണം. അതിനാണ് ഒരു പരിപാലകനെ ഒരാൾ തിരഞ്ഞെടുക്കുന്നത്. ഇതെന്റെ വാക്കല്ലല്ലോ, നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. അല്ലാഹ് പറഞ്ഞു, വഅഹിദിനാ ഇലാ ഇബ്രാഹിം വഇസ്മാഈൽ അൻ ദഹിറാ ബൈതിയ ലിത്വാഇഫി വൽആകിഫീന വറുകഇസ് സുജൂദ്. അല്ലാഹു പറയുകയാണ്, തവാഫ് ചെയ്യുന്നവർക്കും ഈട്ടിക്കാഫിരിക്കുന്നവർക്കും നിസ്കാരക്കാർക്കും വേണ്ടിയിട്ട് സഹോദരങ്ങളെ ഒരു പള്ളിയെ പരിപാലിച്ചു കൊടുക്കണമെന്നല്ല പറയുമ്പോൾ, പള്ളിക്കകത്ത് കയറിയിട്ട് കുറച്ചു നേരം പള്ളിയിലിരിക്കണം. ഏട്ടിക്കാഫ് കരയിൽ പിടിച്ചിട്ട മീനിനെ പോലെ ചാടരുത്, കൂട്ടിലടച്ചിട്ട കിളികളെ പോലെ ഓടരുത്. പള്ളിക്കകത്ത് കയറുമ്പോൾ തുറന്നുവിട്ട കിളികളെ പോലെ ആശ്വാസം വേണം പള്ളിക്കകത്ത്. കടലിലേക്ക് വീണ മത്സ്യം പോലെ നമുക്കൊരു രസമുണ്ടാകണം പള്ളിയില്. അല്ലാതെ ഒരിക്കലും നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാകുന്ന അവസ്ഥ വരാൻ പാടില്ല പള്ളിയിൽ. അതിന് നല്ല ബഹൂർ പോയിക്കണം. ഞാൻ പല ആളുകളും കേൾക്കുന്നതായോണ്ട് എനിക്ക് തുറന്നു പറയാൻ ചില വിഷമമുണ്ട്. ചില പള്ളിയിൽ പോകുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി വഴിയിലൊക്കെ ഇറങ്ങി, സമയമായ അല്ലേ? ആ ശരി. അപ്പോ ചില പള്ളികളിൽ പോയാലേ നിസ്കരിക്കാൻ വേണ്ടി കയറും. അപ്പോൾ ഉണ്ട് ഈ സുജൂദ് ചെയ്യാൻ പറ്റൂല, ഭയങ്കര വിഷമമാണ്. എന്താണെന്നറിയോ? പള്ളിക്കാട്ടുണ്ടാവും, ഒരു ശുചിത്വം, ഒരു പള്ളിക്കകത്തൊരു വൃത്തി വേണ്ടേ? അത് പള്ളിയിൽ ഒരിക്കലും ശ്രദ്ധിക്കാതെ ആ പള്ളിയിലെ പല്ലിയുടെ കാഷ്ടവും അതുപോലെ തന്നെ എട്ടുകാലിയുടെ വലയും ഒക്കെ ആയിട്ട് നിസ്കരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ, പ്രത്യേകിച്ച് ഹൗലിനോട് ചേർന്നുള്ള ചില ചെറിയ പള്ളികളാണെങ്കിൽ ഈ വെള്ളം കാലിൽ ഒഴിച്ചിട്ട് പള്ളിയിലേക്ക് കയറുമ്പോൾ ആ വെള്ളം ഈ കാർപ്പറ്റിൽ വീണിട്ട് ദുർഗന്ധം ഇങ്ങനെ ഉണ്ടാവും. അതൊന്നും വരരുത്. ഈത്തിക്കാഫിരിക്കാൻ കയറുന്നവൻ മൂക്കുപൊത്തി ഓടിയാൽ 7 അയൽവക്കത്തിട്ട് പിടിക്കാൻ പറ്റുള്ളൂ. അത് വരരുത്. ഇവന് പള്ളിക്കകത്ത് കയറിയാൽ ഇറങ്ങാൻ തോന്നാത്ത അവസ്ഥയിൽ നല്ല ബഹൂർ അങ്ങോട്ട് പോയിച്ചു കൊടുക്കണം. ഏറെക്കുറെ പള്ളികളൊക്കെ അങ്ങനെയായി, അൽഹംദുലില്ലാ. ഇപ്പൊ പള്ളിക്കകത്ത് കയറിയ റാഹത്തായിട്ട് ഇരുന്ന് ഇബാദത്ത് എടുക്കാൻ കഴിയും.
അള്ളാഹു നമ്മുടെ പള്ളികളും അങ്ങനെ ആക്കി തരട്ടെ. മനോഹരമായ നമ്മുടെ പള്ളി, മനോഹരമായ നമ്മുടെ പള്ളി. ആ പള്ളിക്കകത്ത് സഹോദരങ്ങളെ എഴുത്തിക്കാഫിരിക്കാൻ നമുക്ക് കഴിയണം. അവിടെ ഇരിക്കണം. ഒരു വഖ്ത് നിസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് അടുത്ത നിസ്കാരത്തിന് വേണ്ടി കാതോർത്തിരിക്കണം. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയോ? അലാദുല്ലുക്കും, അറിയണേ, അലാമാ യംഹുല്ലാഹു ബിഹിൽ ഖതായാ, നിങ്ങളുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയുന്ന, വയർഫഉ ബിഹി ദറജാത്ത്, നിങ്ങളുടെ പദവികളെല്ലാം ഉയർത്തി തരുന്ന 3 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. അതിൽ ഒന്ന് പ്രസക്തമാണ്. ഒന്നാമത്തേത് റസൂലുള്ളാഹി പറയുന്നു, ഇസ്ബാഹുൽ വുളൂഇ അലൽ മകാരിഹി. എത്ര വലിയ ബുദ്ധിമുട്ട് വന്നാലും നിങ്ങൾ വുളു പൂർത്തീകരിച്ചെടുക്കണം. തണുപ്പായിരിക്കും, ആ സമയത്ത് നിങ്ങൾക്ക് തണുക്കുന്നു എന്ന് പറഞ്ഞിട്ട് വുളുവിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പിന്നെ കുറവ് വരുത്താൻ പാടില്ല. നന്നായിട്ട് ഒളുവെടുക്കണം, നന്നായിട്ട് ഒളുവെടുക്കണം. രണ്ടാമത്തേതോ വകസറത്തുൽ ഖുത്താ ഇലൽ മസാജിദി, പള്ളിയിലേക്ക് നിങ്ങളുടെ ചുവട്ടടി അധികരിപ്പിക്കണം. നമ്മൾ പള്ളിയിൽ മിഹ്റാബിനകത്ത് വണ്ടി വെക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. മിഹ്റാബിനകത്ത് വണ്ടി ഒതുക്കാൻ പറ്റുമോ എന്നുള്ള സൗകര്യമാണ് ഇപ്പോൾ നോക്കുന്നത്. പണ്ട് നടന്നാണ് പള്ളിയിൽ ആളുകൾ പോയിക്കൊണ്ട്, ഓരോ ചുവട്ടടിക്കും പ്രതിഫലമായിരുന്നു. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, മൂന്നാമത്തേത് വന്തിലാറു സ്വലാത്തി ബഅദ സ്വലാ, ഒരു നിസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കണം. സാധാരണ ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിക്കുന്ന വഖത്ത് ഏതെന്നറിയോ? ഏത് വഖത്താ? സുബഹി കഴിഞ്ഞാൽ എന്തായാലും ജോലിക്ക് പോകണമല്ലോ. ലോഹർ വരാനകത്തിരുന്നാൽ വല്ലതും കഴിക്കണ്ടേ? പള്ളിക്കകത്ത് അങ്ങനെ ഇരിക്കുന്നവരൊക്കെ ഉമർ തങ്ങൾ ചാട്ടവാറ് കൊണ്ടൊന്ന് ഓടിക്കും. പോടാ, പോയി പണിക്ക് പോടാന്ന് പറയും, ഓടിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല, എനിക്ക് അള്ളാഹു തരുമെന്നും പറഞ്ഞിട്ട് പോയി വാകേറിയ പടച്ചോൻ അന്നം തരുമെന്ന് പറഞ്ഞിട്ട് പള്ളിക്കകത്ത് കയറി എത്തിക്കാഫിരിക്കരുത്. അത് മടിയന്റെ ലക്ഷണമാണ്. പണിക്ക് പോകണം. സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ പോകും. ലോഹർ കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഭക്ഷണം കഴിക്കണം, അതുപോലെ തന്നെ ഒന്ന് വിശ്രമിക്കണം, അതിനൊക്കെ പോകും. അസർ കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകും, നമ്മൾ പോകും. മഗ്രിബ് കഴിഞ്ഞ് ഇഷ കഴിഞ്ഞ് രാത്രി വീട്ടിൽ ഉറങ്ങാൻ പോകണമല്ലോ. മഗ്രിബ് ഇഷാന്റെ ഇടയിൽ മിക്കുള്ള ആളുകളും പള്ളിയിൽ ഉണ്ടാവും. പക്ഷേ അവർ ഇന്തിലാറു സ്വലാത്തി ബഅദ സ്വലാത്ത് അല്ല. ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തെ ഇങ്ങനെ കാത്ത് മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിന്റെ കളകൂചനം പോലെ കാത്തിരിക്കുകയല്ല. അവർ ചെയ്യുന്ന പണി എന്തെന്നറിയോ? ഇമാമിനെ എങ്ങനെ പിരിച്ചുവിടാം, മഗ്രിബ് ഇശായിനിടയിലെ ചർച്ചയാൻ 1 മണിക്കൂർ 20 മിനിറ്റ് ഉണ്ടാവും. മുക്രി എങ്ങനെ ചാടിക്കാം, നാട്ടിലെ സകല കാര്യങ്ങളും കയറി വരുന്ന ഫിത്നയുടെ ഒരു വലിയ സമയമാണ് മഗ്രിബ് ഇശായിനിടയിൽ. എനിക്കറിയാം ഈ വിളിച്ചതിനപ്പുറത്ത് ഇനി ഒരിക്കലും എന്നെ വിളിക്കൂല എന്ന്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നടക്കുന്ന കാര്യം ഞാൻ പറയുന്നേ ഉള്ളൂ. ഇത് പരസ്യമായ രഹസ്യമാണിത്. അത് മാറണം. അത് മാറിയിട്ട് ആ നമസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് കഴിയണം. പള്ളിയിൽ ഒരാളെ കൃത്യമായി പോകുന്ന ഒരാളെ കണ്ടു. അയാള് ഏത് സമയത്തും പള്ളിയാണ്, ഏത് സമയത്തും അയാള് പള്ളിയുമായി ബന്ധപ്പെടുകയാണ്. അങ്ങനെ ഒരാളെ നിങ്ങൾ കണ്ടാൽ അള്ളാന്റെ ഹബീബ് എന്താ പറഞ്ഞതെന്നറിയോ? പള്ളിയിൽ പോകുന്ന ഒരാളെ നിങ്ങൾ കണ്ടുപോയാൽ അയാളെ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കണമെന്നറിയോ? ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലെ കാണാ, ഇദാ റഅയ്തുമുർ റജുല യഅ്താദുൽ മസാജിദ, പള്ളിയുമായി ബന്ധപ്പെടുന്ന പതിവായി പള്ളിയിൽ പോകുന്ന ഒരാളെ കണ്ടാൽ അയാളിൽ ഈമാനുണ്ടെന്ന് നിങ്ങൾ സാക്ഷി വഹിക്കണമെന്നാണ്. അയാൾ മുഅ്മിനാണെന്ന് നിങ്ങൾ ഉറപ്പിച്ചോ. അയാൾ പള്ളിയുമായിട്ട് ഏത് സമയത്തും ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈമാനുണ്ടെന്ന് ഉറപ്പിച്ചോ എന്ന് പഠിപ്പിച്ചത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഒരാൾ പള്ളിയിൽ സ്ഥിരമായി പോകുന്നത് കണ്ടാൽ അയാള് കൃത്യമായി മുഅ്മിനാണ് എന്ന് ഉറപ്പിക്കണം. എന്ന് പറഞ്ഞ 5 നേരം പള്ളിയിൽ പോകുന്നവരല്ല, എപ്പോഴും മനസ്സ് പള്ളിയോട് ഇണങ്ങുന്നവൻ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അർറജുലു മുഅല്ലഖും ബിൽ മസാജിദി, പള്ളിയുമായി ഹൃദയം ഇണങ്ങിച്ചേർന്ന ഒരു യുവാവ് അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണല് കിട്ടാത്ത, ശീതള ഛായയില്ലാത്ത ഒരു മഹിഷറ, ഒരു ചാൻ മുകളിൽ കത്തി ജ്വലിച്ചു നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പത്തറ താപം കൊണ്ട് വിറയ്ക്കുമ്പോൾ ആ മഹിഷറ വൻസഭ എന്ന പടച്ചവന്റെ കോടതിയിൽ, ദൈവത്തിന്റെ കോർട്ടിൽ ഒരു മനുഷ്യന് ശീതള ഛായ വിരിച്ചു കൊടുക്കും അർശിന്റെ സിംഹാസനത്തിന്റെ. അതാർക്കാ? ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദി, പള്ളിയുമായി ഹൃദയം ബന്ധപ്പെടുന്നവൻ. ഒരാളെ പള്ളിയിൽ സ്ഥിരമായി പോകുന്നുണ്ടാ, ഓർത്തോ,
അയാൾക്ക് ഈമാനുണ്ടെന്ന്. പക്ഷെ അടിവരയിട്ടൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ, എന്തിനും മറുവശം ഉണ്ടാവുമല്ലോ. ഉമർ തങ്ങളുടെ മുമ്പിൽ വന്ന ഒരാൾ പറഞ്ഞു, ഒരാള് നല്ലവനാ. ഉമർ തങ്ങൾ ഖലീഫ ഉമർ തങ്ങൾ ചോദിച്ചു, അയാൾ നല്ലതെന്ന് പറയാൻ കാരണം എന്താ? അസാഫർത്തമഹു, ഒരു ദിവസമെങ്കിലും നീ അവനോടൊപ്പം ട്രാവൽ ചെയ്തിട്ടുണ്ടോ, യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല. നീ അവന്റെ ജീറാൻ അയൽവാസിയാണോ? അല്ല. നീയും അവനും തമ്മിൽ സാമ്പത്തികമായ എന്തെങ്കിലും ഇടപാട് നടന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഉമർ തങ്ങൾ ചോദിച്ചു, റഅയ്തഹു സാജിദൻ വഖായിമൻ ഫിൽ മസ്ജിദി, നീ നോക്കുമ്പോ ഒക്കെ അയാൾ പള്ളിയിലുണ്ടല്ലേ, നിസ്കാരത്തിൽ? അതെ. ഇദ്ഹബ് അംദലാതാരി, പോടാ, നിനക്ക് അവൻ അറിഞ്ഞൂടാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? സ്ഥിരമായി പള്ളിയിൽ പോകുന്ന എല്ലാ ആളുകളും നല്ലവരാന്ന് കരുതി പോകരുതെന്നായി പറഞ്ഞേ. കടം കൊടുക്കാനുള്ളവര് പള്ളിയിൽ കയറാത്ത ഈ പണ്ടാരോ പറഞ്ഞനക്ക് ഭാര്യ വന്നിട്ട് പറഞ്ഞു, ഞാനിച്ചിരി ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്നൊക്കെ അടിച്ചു മാറ്റുന്ന പൈസയൊക്കെ കൂട്ടി കൂട്ടി വെക്കും, ഏത് കലത്തിയിട്ടാലും അയാൾ പൊക്കിക്കൊണ്ടു കള്ളു കുടിക്കും. അരിക്കലത്തിയിട്ടാ കൊണ്ടുപോകും, എവിടെയും വെക്കാൻ പറ്റൂല, വയറ് കയറി വെക്കാൻ പറ്റുമോ? അതുകൊണ്ടൊരു എന്തെങ്കിലും ഒരു ടെക്നിക്ക് പറഞ്ഞുതരാൻ പറഞ്ഞു. ഉസ്താദിന് നന്നായിട്ടറിയാം ഈ കാക്കായെ പറ്റിയിട്ട്. അവൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിന്റെ ഭർത്താവ് അറിയാത്തൊരു സ്ഥലമുണ്ട് വീട്ടില്, അറിയില്ല, ലോക്കറാണോ? അവിടെ ഭർത്താവിന് അറിയാം, അതിന്റെ ചാവിയുണ്ട്, എല്ലാം ഉണ്ട്. അതൊന്നുമല്ല, നിന്റെ 1 രൂപ പോലും പോകാതിരിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ വഴി? ഖുർആനകത്ത് അങ്ങോട്ട് വെച്ചാൽ മതി. കാക്ക ഖുർആൻ എടുക്കൂലല്ലോ, ഈ കാക്ക ഖുർആൻ തൊടൂല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒളിപ്പിച്ചു വെച്ചാൽ ഏറ്റവും നല്ല സേഫായിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. പള്ളിയിൽ നിരന്തര നിസ്കാരമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നല്ലവനാണെന്ന് ഉറപ്പിക്കാൻ വരട്ടെ. ഉമർ തങ്ങളുടെ വാക്കാണ്. നീ അവരുമായിട്ടൊരു യാത്ര പോയിട്ടുണ്ടോ? ഒരാളെ തിരിച്ചറിയാൻ കൂടെ യാത്ര പോയാൽ മതി. ഒരുപാടൊന്നും പോണ്ട. വടകരയിൽ നിന്ന് പയ്യന്നൂരിലേക്ക് പോകണമെന്നല്ല ഈ പറയുന്നത്. ഈ കുറ്റിപ്പുറത്ത് നിന്ന് കരുനാഗപ്പള്ളി വരെ നിങ്ങൾ പോയി നോക്ക്. ഒരാളെ നന്നായിട്ടറിയാം, അയാളെ കൂടെ ടിക്കറ്റ് നീ എടുക്കോ ഞാൻ എടുക്കോ, നീ എടുക്കോ ഞാൻ എടുക്കോ, അങ്ങനെ ആക്കുന്നല്ലാതെ പൈസ കൊടുക്കൂല. അപ്പൊ അറിയവൻ ആരാന്ന്. ഇവ സുജൂദ് കിടക്കുന്നവനായിരിക്കും. ഒരുത്തൻ അയൽവാസിയാണോ? അറിയാം അവൻ ആരാണെന്ന്. എന്നെപ്പറ്റി ഏറ്റവും കൂടുതൽ അറിയുന്നത് എന്റെ അയൽവാസിയാണ്. മൂന്നാമത്, ഒരാളുമായിട്ട് സാമ്പത്തിക ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എങ്കിൽ കൃത്യമായിട്ടറിയാം അയാൾ ആരാണെന്ന്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഇദാ റഅയ്തുമുർ റജുല യഅ്താദുൽ മസാജിദ, പള്ളിയുമായി ബന്ധപ്പെടുന്ന ഒരാളെ കണ്ടാൽ ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ, അയാൾക്ക് ഈമാനുണ്ടെന്ന് നിങ്ങൾ ഉറപ്പിച്ചോളൂ എന്ന് റസൂലുള്ളാഹി പറയുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളാണ് പള്ളിയുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുക. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ചില ആളുകൾ ആണയിടും, പൈസ വാങ്ങിയിട്ട് മുഹ്യിദ്ദീൻ ശൈഖിനാണ് നാളെ തരാം, ഗൗസുൽ ആലമിനാണ് മറ്റന്നാൾ തരാം, ദിഫായി ശൈഖിനാണ് അടുത്ത ആഴ്ച തരാം, പടച്ചോനാണ് നിങ്ങൾക്ക് ഞാൻ അടുത്ത മാസം തരും എന്നൊക്കെ പറഞ്ഞു. ഈ അടുത്ത സമയത്ത് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരാള് നിങ്ങളുടെ പേര് പറഞ്ഞതിന്റെ എന്ന് കടം വാങ്ങി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ പേര് പറഞ്ഞ് വാങ്ങിച്ചോളാൻ പറഞ്ഞു. അല്ലാതെ ഞാൻ എന്ത് ചെയ്യും? എന്റെ പേരും പറഞ്ഞ് ഫോട്ടോയും കാണിച്ചിട്ട് പറഞ്ഞു, ഇദ്ദേഹം എന്റെ ഭയങ്കര അടുത്ത സുഹൃത്താണ്, ഒരു 5 ലക്ഷം രൂപ എത്രയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ഫോട്ടോ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, നിങ്ങളത് കാണിച്ചിട്ട് പൈസ നിങ്ങൾ വാങ്ങിച്ചോളി. അല്ലാതെ എന്ത് ചെയ്യാനാ? തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും പറ്റിപ്പിന്റെയും ലോകത്താണ് നമ്മളുള്ളത്. എന്തായി? ഖുദ്ദൂസ്, സലാമ്, മുക്തദിർ, അയ്യൂബ്, ഷുക്കൂർ, ഇപ്പൊ എന്തായി? ഓടിയല്ല. അസ്മാഉൽ ഹുസ്ന എവിടെയെങ്കിലും കിട്ടിയാ? കരുനാഗപ്പള്ളിക്കാരെല്ലാവരും പാപ്പരായില്ലേ? ഇല്ലെങ്കിൽ 10 ലക്ഷത്തിന്റെ കടം വരുവോ? വരൂലല്ലോ. അസ്മാഉൽ ഹുസ്നെ കൊണ്ട് ഒരൊറ്റ ഓട്ടം. മുക്തദിറും ഇല്ല, ഷുക്കൂറും ഇല്ല, ഇപ്പൊ ഒന്നുമില്ല. എവിടെ അള്ളാഹുവിന്റെ നാമം കാണോ, എവിടെ അസ്മാഉൽ ബദർ കാണോ, എവിടെ നല്ലൊരു ദാടി കാണോ, എവിടെ തൊപ്പി കാണോ, അപ്പോഴങ്ങ് വീഴും. പൈസ അങ്ങോട്ട് കൊണ്ട് കൊടുക്കുക. അത് കൊടിമരത്തിന്റെ ചുവട്ടി കൊടുക്കുന്നവരുണ്ട്. പല 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 വെർഷനിലായിട്ട് ഇങ്ങനെ ആളുകൾ ആത്മീയ കച്ചവടം നടത്തി ഇങ്ങനെ തട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മാറിയേ പറ്റുള്ളൂ. യഥാർത്ഥ ശരിയായ ദീന് തുറന്ന് കാട്ടിയിട്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാലത്ത് ഇസ്ലാമിന്റെ തനതായ ശൈലി, പൂർവസൂരികളായ മഹത്തുക്കളുടെ ജീവിതത്തിന്റെ മാർഗരേഖ അത് വ്യക്തമായി സമൂഹത്തിന്റെ മധ്യ തുറന്നു കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ, പ്രബോധകർക്ക് കഴിയണം. ഇതുപോലുള്ള പള്ളികൾക്ക് കഴിയണം. 1 രൂപ കള്ളുകുടിയന്റെ പൈസ പള്ളിക്ക് വേണ്ട. ടാർപ്പ വലിച്ചു കെട്ടിയിട്ട് ഞങ്ങൾ ആരാധിച്ചോളാം. പലിശക്കാരന്റെ 1 രൂപ വേണ്ട. എന്താ നിങ്ങൾ മസ്ജിദുൽ ഹറമിനെ മനസ്സിലാക്കിയത്? പരിശുദ്ധമായ കഅബ. ഞങ്ങൾക്ക് കഅബയുടെ അകത്ത് കയറാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല.
അത് യൂസുഫ് അലി സാഹിബിനും പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഞാനിങ്ങനെ എൻ്റെ 2 കണ്ണുകൊണ്ട് നോക്കി നിൽക്കുക. പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിന്റെ മുകളിലത്തെ നിൽക്കുമ്പോ യൂസുഫ് അലി സാഹിബും നാളെ ഈ പള്ളി ഉദ്ഘാടനം ചെയ്യുന്ന സാദിഖ് അലി ശിഹാബ് തങ്ങളും കഅബാലയത്തിനകത്തോട്ട് ഇങ്ങനെ കയറി പോകുന്നു. കഅബ കഴുകൽ ചടങ്ങിൽ പങ്കെടുത്തിട്ട് തിരിച്ചിങ്ങനെ വരുന്നു. ആ രംഗം കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി, പടച്ചോനെ പാണക്കാട് ജനിച്ചാൽ മതിയായിരുന്നു. കാരണം എന്താ, ഒരു വലിയ ഭാഗ്യമാണ്. ഞാൻ പറയുന്നു, കഅബാലയത്തിനകത്ത് കയറാൻ കുറ്റിപ്പുറത്ത് നിങ്ങൾക്കും ഭാഗ്യമുണ്ട്. എങ്ങനെ? ഹിജ്ർ ഇസ്മായിൽ എന്നും പറഞ്ഞ് വളച്ചു കിട്ടിയൊരു സ്ഥലമില്ലേ, അത് കഅബയുടെ ഉള്ള. കഅബ ഈ സ്ക്വയർ അല്ല, കഅബ ഓട്ടോറിക്ഷയുടെ മോഡലാണ്. ഇങ്ങനെയാണ് കഅബയുള്ളത്. ആ ഹിജ്ർ ഇസ്മായിലിനകത്ത് കയറുമ്പോൾ കഅബയുടെ ഉള്ളിൽ കയറിയത് പോലെയാ. കയ്യിലിരിക്കുന്ന കർച്ചീഫ് കൊണ്ട് ഹിജ്ർ ഇസ്മായിലിനകത്ത് ഒരു ശകലം സംസം വെള്ളം ഇങ്ങനെ തളിച്ചിട്ടാം നിലത്തൊന്ന് തുടച്ചാൽ സംതൃപ്തി അടയാം. കഅബ ഞാനും കഴുകിയെന്ന് വെറുതെ പറയുന്നതല്ല. കഅബാലയം സ്ക്വയർ അല്ല. കഅബ എന്ന് പറഞ്ഞാൽ സമചതുരമാണെന്ന് അർത്ഥമുണ്ട്. പക്ഷെ അത് പിൽക്കാലത്ത് വിശുദ്ധമായ കഅബാലയത്തിന് നാമകരണം ചെയ്യപ്പെടുമ്പോൾ അതുണ്ടായ പേരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഅബാലയത്തിന്റെ നിർമ്മാണത്തിന് അങ്ങനെ ഒരു അവസ്ഥ വരാനുള്ള കാരണം എന്തെന്നറിയോ? പ്രവാചകത്വത്തിന് മുമ്പ് നബിതങ്ങളുടെ 35-ാമത്തെ വയസ്സെന്നാണ് ഒന്നുകിൽ, അല്ലെങ്കിൽ അതിന് മുമ്പത്തെ പ്രായം. ആ പ്രായത്തില് ഒരു തീരുമാനം എടുത്തു മക്കക്കാര്, ഖുറൈശികൾ. അവര് ബഹുദൈവ വിശ്വാസികളാണ്, അവര് ഏകദൈവ വിശ്വാസികളല്ല. കഅബാലയം നമുക്ക് പണിയുമ്പോൾ ഹലാലായ പൈസ മതി, ഹറാമു വേണ്ട. പക്ഷെ ഹലാലായതുകൊണ്ട് ഈ പറയുന്ന എല്ലാം കൂടെ കെട്ടിപ്പൊക്കാൻ പറ്റൂല. എത്ര പറ്റും, ഇത്ര പറ്റും, അത്ര പൊക്കി കെട്ടിക്കോ, ബാക്കി അങ്ങനെ കിടന്നോട്ടെ. പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടുമ്പോൾ ഈ വീട് കൃത്യമായി നമ്മൾ കുറച്ച് പൈസയും കൂടെ ഒക്കെ ലോണൊക്കെ എടുത്ത് വലിയ വീട് വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഫൗണ്ടേഷൻ ഇടും. കാരണം ഒരിക്കലല്ലേ നടക്കുള്ളൂ. അത് പഞ്ചായത്തിൽ നിന്ന് ആളുകൾ വന്ന് കണ്ടാൽ പിന്നെ നമുക്കത് എന്ത് ചെയ്യില്ല, പൈസ അനുവദിക്കൂല. അതുകൊണ്ട് എന്ത് ചെയ്യും, ആകെ പഞ്ചായത്ത് പറഞ്ഞ ഭാഗങ്ങൾ കൃത്യമായിട്ട് കെട്ടിപ്പൊക്കാൻ വേണ്ടി ഇട്ടിട്ട് ബാക്കിയുള്ള ഫൗണ്ടേഷൻ മണലിറക്കി അങ്ങിട്ടേക്കും. അപ്പൊ അവർ കാണൂലല്ലോ, പറ്റിപ്പ്. അപ്പൊ അതുകൊണ്ട് എന്നതുപോലെ കുറച്ച് കെട്ടിയിട്ട് ഇങ്ങനെ ബാക്കി ഉയർത്തി കെട്ടി. അത് അന്ന് തുടർന്ന് ഇമാം മാലിക് തങ്ങളുടെ ശക്തമായ നിർദ്ദേശം വന്നു, വരുന്ന രാജാക്കന്മാർക്ക് മാറി മാറി നിർമ്മിക്കാനുള്ളതല്ല ഈ കഅബ, തൊട്ടുപോകരുതെന്ന് പറഞ്ഞു. 10 തവണ പരിശുദ്ധ കഅബാലയത്തിന്റെ നിർമ്മാണം നടന്നിട്ടുണ്ട്. 10 തവണ മലക്കുകൾ തുടങ്ങി. അവസാന ഹജ്ജാജ്, ഇപ്പൊ ഇരിക്കുന്ന കോല ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ ആ കാലഘട്ടത്തിലാണ്. അതിനുശേഷം ഹറം തുർക്കി പള്ളി പൊളിച്ചു, പരിസരങ്ങളിലുള്ള പള്ളി പൊളിച്ചു, വിപുലീകരിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. കഅബയെ തൊടാൻ ഇമാം മാലിക് അന്ന് അനുവദിച്ചില്ല. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കാൻ അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് തീരുമാനമെടുക്കണം. ഒരു ഹറാമായ പൈസ നമുക്ക് വേണ്ട, ഒരു ടെന്റെയും ഇസ്ലാമികമല്ലാത്ത പൈസ വേണ്ട. ഇത് ഹലാലായ പണം കൊണ്ട് മാത്രമേ നിർമ്മിക്കുകയുള്ളൂ എന്ന് തീരുമാനമെടുക്കുക. പ്രിയപ്പെട്ടവരെ, സുദീർഘമായി പറയാൻ സമയമില്ല. മക്കളെ കൂടി പള്ളിയിലേക്ക് കൊണ്ടുപോകണം. നിങ്ങൾ മക്കളെ കൂടി പള്ളിയിൽ കൊണ്ടുപോകണം. ഞാൻ വേറൊരു കാര്യം പറയാണ്, നിങ്ങൾ മാത്രം പള്ളിയിൽ പോയാ പോരല്ലോ. ജനരഹിതമായ ഫലരഹിതമായ ജലശൂന്യവും ഫലശൂന്യവും ജനശൂന്യവുമായ കഅബാലയത്തിന്റെ മരുപ്പച്ചകലയായ മരുഭൂമിയുടെ മാറിടത്തിൽ മഹാനായ മനുഷ്യനാഗരികരുടെ പ്രപിതാമകന് സയ്യിദുനാ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പ്രാണപ്രേയസി ഖദീജത്തുൽ കുബ്ര മഹദിയായ ഹാജർ ബീവി റളിയല്ലാഹു തആല അൻഹയെയും തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും എപ്പോഴാണ് ഹാജർ ബീവി പേറ്റുനോവിന്റെ വേദനയുടെ ഞരക്കം മാറിയിട്ടില്ല, പ്രസവാനന്തര ശുശ്രൂഷ കിട്ടിയിട്ടില്ല. ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ കെയറിങ് കിട്ടേണ്ടത് പ്രസവത്തിന് ശേഷമാണ്. അവളുടെ ശരീരത്തിൽ ഒരുപാട് വേദനകൾ താങ്ങുന്നത് പ്രസവ സമയത്തും അതിന് ശേഷമുള്ള സമയങ്ങളിലാണ്. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിൽ നിന്ന് പരിരക്ഷ കിട്ടുന്നുണ്ടോ? തന്റെ പ്രിയപ്പെട്ട മകന് ചോരയുടെ നിറം വിട്ടുമാറുന്നില്ല, കാലിന്റെ ഇളം ചുവപ്പ് വിട്ടുമാറിയിട്ടില്ല, ഗർഭാശയത്തിന്റെ നനവ് വിട്ടുമാറിയിട്ടില്ല ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ. ഈ സമയത്ത് അല്ലാഹു പറഞ്ഞു, കഅബാലയത്തിന്റെ അടുക്കൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ഇറാഖിലേക്ക് പോവുക. സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെയും ഭാര്യയും അവിടെ ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് യാത്ര തിരിച്ചു
തിരിച്ചു തിരിഞ്ഞു നോക്കരുതെന്ന് അള്ളാന്റെ നിർദ്ദേശമാണ്. ഭാര്യ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ്? മിണ്ടുന്നില്ല. അവസാനം ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ, പടച്ചവൻ നിങ്ങളോട് കൽപ്പിച്ചതാണോ? അപ്പോഴും പറഞ്ഞു അതെ. എന്നിട്ട് ഇബ്രാഹിം നബി അവിടെ നിന്നങ്ങ് പോവുകയാ. ഇത്രയുമാണ് നമ്മൾ പ്രസംഗിച്ചിട്ടുള്ളത്, നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ല. സഹോദരങ്ങള്, ഇത് വായിക്കുമ്പോൾ ഒരു പൊതുസമൂഹത്തിൽ, പൊതു പ്ലാറ്റ്ഫോമില്, ബഹുസ്വര സമൂഹത്തിന്റെ മുമ്പിൽ പലരും പറയൂ, ഇബ്രാഹിം നബി അത്രയും വലിയ മനുഷ്യത്വമില്ലാത്തവനാണോ? ഭാര്യയോട് കുഞ്ഞിനോട് ദയ കാണിക്കാത്ത ദൈവമാണോ? അല്ല പ്രിയപ്പെട്ടവരെ, തെറ്റിദ്ധരിക്കരുത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ചോരക്കുന്നിനെയും തന്റെ ഭാര്യയെയും കഅബാലയത്തിന്റെ സമക്ഷത്തിൽ ഒഴിവാക്കിയിട്ട് കുറച്ചപ്പുറത്തൊരു പാറയുടെ മറവിൽ ചെന്നിട്ട് ഇബ്രാഹിം നബി ദുആ ചെയ്തത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദ് വഇരിദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ് ഫജ്അൽ അഫ്ഇദതം മിനൻ നാസി തഹ്വി ഇലൈഹി വർസുഖ്ഹും മിനസ് സമറാത്തി ലഅല്ലഹും യശ്കുറൂൻ. എന്താ അർത്ഥമെന്നറിയോ? റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദീ സറഅ, ജനരഹിതമായ ഫലരഹിതമായ ഈ മസ്ജിദുൽ ഹറമിന്റെ സമീപത്തിന്റെ സന്താനത്തിന് ഞാൻ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചത്. റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ്, അവര് നിസ്കാരക്കാരാകാൻ വേണ്ടിയാണ് തമ്പുരാനെ. അവര് നിസ്കാരവുമായി ബന്ധപ്പെടാൻ വേണ്ടിയാ. പള്ളിയുടെ സമീപത്ത് താമസിക്കുമ്പോൾ പള്ളിയോട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ, ആ കുഞ്ഞുളം മനസ്സിന്റെ ഉള്ളറകളിൽ പള്ളിയോട്, ദൈവത്തോട്, സൃഷ്ടാവിനോട്, ഖാലിഖിനോട്, റാസിഖിനോട്, മാലിക്കിനോട് ഒരു പ്രത്യേകമായ അടുപ്പം തോന്നിയിട്ട് എന്റെ പൊന്നുമോൻ നന്നാകും പടച്ചോനെ. അതുകൊണ്ട് പടച്ചവനെ, ഫജ്അൽ അഫ്ഇദതം മിനൻ നാസി തഹ്വി ഇലൈഹിം, എന്റെ ഈ പാവപ്പെട്ട മോനെയും എന്റെ ഭാര്യയോട് ലോകത്തുള്ള ജനങ്ങൾക്ക് നീ പ്രത്യേകമായ താല്പര്യം കൊടുക്കണേ അല്ലാ. ലക്ഷോപലക്ഷം ഹാജിമാരല്ലേ പരിശുദ്ധമായ ഹറമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷോപലക്ഷം ഹാജിമാർ, ആരുടെ ജീവിതമാണ് അവിടെ അയവിറക്കുന്നത്? സഫാ മർവ എന്ന മലയുടെ ഇടയിൽ പച്ചലൈറ്റ് കൊടുത്തിരിക്കുന്ന ഭാഗത്തോടുന്നത് ഒരു പാവപ്പെട്ട കുഞ്ഞിന്റെ ചുണ്ടിൽ നിന്ന് പാൽ മണം മാറുന്നുണ്ട്. ആ പൊന്നുമോന് വെള്ളം കൊടുക്കാൻ തോൽപ്പാപ്പുറം വെള്ളം കാലിയായപ്പോൾ വെള്ളം തേടിയിട്ട് മരീചിക തേടിപ്പോയ ഒരു കറുത്ത പെണ്ണായ അടിമ സ്ത്രീയായിരുന്ന കാപ്പിരി പെണ്ണായ ഹാജർ ബീവിയുടെ ഓട്ടമായിരുന്നല്ലോ സഫാ മർവയുടെ ഇടയിൽ. ആ ഓടിയ സ്ഥലത്ത് നമ്മളും ഓടുന്നില്ലേ പ്രിയപ്പെട്ടവരെ? സൗദി രാജാവ് വന്നാലും ഓടണ്ടേ, ബ്രൂണൈ സുൽത്താൻ വന്നാലും ഓടണ്ടേ, ആര് വന്നാലും ആ ഭാഗത്ത് ഓടണമല്ലോ. പണക്കാരാ നീ ഓടണം, സമ്പന്ന നീ ഓടണം, അധികാരിയെ നീ ഓടണം. ആരോടിയ സ്ഥലത്ത് കാപ്പിരിയായ കറുത്ത വർഗക്കാരിയായ അടിമ സ്ത്രീയായിരുന്ന ഹാജർ തന്റെ മകന് അല്പം വെള്ളം കൊടുക്കാൻ വേണ്ടി ഓടിയ സ്ഥലത്ത് നീയും ഓടുമ്പോ ആ പ്രിയപ്പെട്ട മകനെയും മകളെയും, പ്രിയപ്പെട്ട മകനെയും ഭാര്യയെയും അന്വേഷിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. മൂന്നാമത് ദുആ ചെയ്തു, ഫജ്അൽ അഫ്ഇദതം മിനൻ നാസി തഹ്വി ഇലൈഹി വർസുഖ്ഹും മിനസ് സമറാത്ത്, ആവശ്യമായ ഭക്ഷണം അവർക്ക് നീ കൊടുക്കണം. ഇപ്പോ അവരുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു ഭക്ഷണവുമില്ല, മതിയായ ഭക്ഷണം നീ കൊടുക്കണം. ഒരു നാടിനുണ്ടാകേണ്ട 3 കാര്യങ്ങൾ, ഒരു വീട്ടിലുണ്ടാകേണ്ട 3 കാര്യങ്ങൾ: ഒന്ന് മതബോധം, രണ്ടാമത്തേത് ജനങ്ങളോടുള്ള മതിപ്പ്, മൂന്നാമത്തേത് കഴിക്കാനുള്ള ഭക്ഷണം. ഇത് മൂന്നും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് മൂന്നുമുണ്ടെങ്കിലല്ലേ മനുഷ്യർക്ക് ജീവിതത്തിൽ മതബോധം, ഹൈന്ദവ സഹോദരങ്ങൾക്ക് ആധാർമികത, ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ആധാർമികത, മുസ്ലിം സഹോദരങ്ങൾക്ക് ആധാർമികത. ഈ ധാർമ്മികമായ ഒരു ചുറ്റുപാട് ഒരു മനുഷ്യ കുടുംബത്തിൽ ഉണ്ടാകുമ്പോഴല്ലേ ആ വീട് നന്നാവുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളെ നമ്മൾ പള്ളിയോട് അടുപ്പിക്കണമെന്ന് പാഠമാണ് ഇബ്രാഹിം നബി മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ കഅബാലയത്തിന്റെ അടുത്ത് നിർത്തിയതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അത് കഴിഞ്ഞ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ, നമ്മുടെ വിശിഷ്ടാതിഥി എത്തിയിരിക്കുകയാണ്. അപ്പുറത്ത് നിൽക്കുന്ന സഹോദരങ്ങളൊക്കെ കയറിയിരിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് കസേര ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ മഹാനവറുകൾ ചെറിയ പ്രായത്തില് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഒക്കെ തണലിലായി
നബവി മടിത്തട്ടിൽ കഴിയുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്, ഒരു ചെറിയ കുട്ടിയാ. 10 മിനിറ്റ് കൂടെ ആകുമ്പോഴേക്ക് എന്റെ കോട്ട